ഇപ്പോൾ നമ്മളൊരു മിഡിൽ ക്ലാസ് ലൈഫ് സ്റ്റൈൽ നമ്മുടെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ അപ്പനും അമ്മയും ജീവിച്ചതുപോലെ ഒരു കാലം കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ നിനക്കിപ്പോൾ ഒരു 20 വയസ്സെന്ന് വെച്ചോ, 20 വയസ്സിൽ നിനക്ക് നീ ഇപ്പോൾ ഓക്കെയാണ്. അപ്പോൾ നിനക്ക് അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ വീട്ടുകാരായാലും നോക്കി ആ രീതിക്ക് നിനക്ക് പോകാൻ പറ്റും. അപ്പം ഞാൻ കോർപ്പറേറ്റ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോഴത്തേക്കും, ഒരു കോർപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ലൈഫ് സ്റ്റൈൽ ഭയങ്കര റഷാണ്. അപ്പോൾ നമ്മൾ സ്ട്രെസ്സ് കാര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. വർക്ക് മാനേജ്മെൻറ്റ്, ഒരു വർക്ക് ഫ്രം ഹോം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സുഖമെന്ന് വിചാരിക്കും. പക്ഷേ അവരുടെ സ്ട്രെസ്സ്, ഒരു ദിവസം ഇത്ര കോൾ എടുക്കണം, അതെല്ലാം അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്ന് വെച്ചാൽ ഒരു മനുഷ്യനൊരു മെൻ്റൽ സ്ട്രെസ് താങ്ങുന്നതിനേക്കാളും കൂടുതലാണ് അവർ ഡെയിലി. ഇപ്പൊ എനിക്ക് അവധിയുള്ള ദിവസമാണ്, ഡെയിലി ഉള്ള ദിവസമാണ് ഒരേപോലെ ഒരു സിസ്റ്റം. എനിക്കിപ്പോ രാവിലെ എണീക്കുന്നു, ഡ്യൂട്ടിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ഉറങ്ങുന്നു, വീണ്ടും രാവിലെ എണീക്കുന്നു, പോകുന്നു. ഇതൊരു ലൂപ്പായിട്ട് തന്നെ, ലൂപ്പിൽ വെട്ടമാതിരി തന്നെ ഇങ്ങനെ റിവോൾവ് ചെയ്യണം. ഇതാണ് എന്റെ ചുറ്റും നടക്കണേ. ഞാൻ ഒരു ജോലി അങ്ങനെ കാശ് കിട്ടും. എനിക്ക് ഇപ്പൊ അറിയണം ഒരു സ്കില്ലുണ്ടോ, ഇപ്പൊ നിനക്കൊരു സ്കില്ലുണ്ട്, ഞാൻ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് അതിലൊരു ജോലി കണ്ടുപിടിക്കാൻ ആരും ശ്രമിക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ നിന്ന് എത്ര പേര് സ്പോർട്സ് ഫീൽഡിലോട്ട് വരുന്നുണ്ട്. അത് വെച്ച് നമ്മൾ കേരളം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ട്. അതിപ്പോ ഒരു ട്രെൻഡായി മാറിക്കളി. ഒരാളിപ്പോ ഒന്നും സീറ്റ് കളിച്ചില്ല, കളിച്ചില്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നാണക്കേട് പോലെ പുറത്തു പറയാം. ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ തമ്മു 7. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് വാട്ട് ഈസ് ഗോയിങ് അറൗണ്ട് അസ്. അതിനെപ്പറ്റി നമ്മളിവിടെ ഇന്നിവിടെ സംസാരിക്കാനുള്ളതാണ് അലൻ ജോഷോ. പിന്നെ നമ്മുടെ കൂടെയുള്ള വ്യക്തിയാണ് ഈ ചാനലിന്റെ ഓണർ സോഫി സജിത്ത്. സോ ഗൈസ്, നമ്മൾ ഇന്നിവിടെ വന്നത് എന്തിനാ റിയാലിറ്റി എന്താണ്, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ ബ്രീഫ് ഡിസ്കഷൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ രണ്ടുപേരുടെ ചുറ്റിനും ഇപ്പൊ എന്താണ് നടക്കുന്നത്? ഇപ്പൊ നമ്മളൊരു മിഡിൽ ക്ലാസ് ലൈഫ് സ്റ്റൈൽ നമ്മുടെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ അപ്പനും അമ്മയും ജീവിച്ചതുപോലെ ഒരു കാലം കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ നിനക്കിപ്പോൾ ഒരു 20 വയസ്സെന്ന് വെച്ചോ, 20 വയസ്സിൽ നിനക്ക് നീ ഇപ്പോൾ ഓക്കെയാണ്. അപ്പോൾ നിനക്ക് അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ വീട്ടുകാരായാലും നോക്കി ആ രീതിക്ക് നിനക്ക് പോകാൻ പറ്റും. അപ്പം എൻ്റെ ഏജ് 27 വയസ്സുണ്ട്. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്ക് 27-30 വയസ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യേണ്ട സമയം വരും. ആ സമയത്ത് നമ്മൾ ത്യജിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടുകാർ പണ്ട് നമ്മുടെ വീട്ടുകാർക്ക്, നമ്മുടെ അപ്പനും അമ്മയ്ക്കും അവർക്കും പല പാഷൻസും കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അവർ നമ്മളെ വളർത്താൻ വേണ്ടിയിട്ട് അതൊക്കെ ത്യജിച്ചിട്ട് അവർ ലൈഫും മുന്നോട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. പിന്നെ അതുപോലെ ഒരു കാലം കഴിയുമ്പോഴത്തേക്ക് ഇതൊരു സൈക്കിളായിട്ട് നമ്മളും അതുപോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതാണ് ഒരു മിഡിൽ ക്ലാസ് ലൈഫിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. ഒരു റിച്ച് ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ അവരുടെ ഫാമിലിയിൽ പൈസ കാണും, അവരുടെ പൈസ കാണും, അത് വെച്ച് ബിസിനസ് ചെയ്ത് അങ്ങനെ രീതിക്ക് പോകുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ നമ്മുടെ ഒരു കോർപ്പറേറ്റ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോഴത്തേക്കും, ഒരു കോർപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ലൈഫ് സ്റ്റൈൽ ഭയങ്കര റഷാണ്. അപ്പോൾ നമ്മൾ സ്ട്രെസ്സ് കാര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. വർക്ക് മാനേജ്മെൻറ്റ്, ഒരു വർക്ക് ഫ്രം ഹോം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സുഖമെന്ന് വിചാരിക്കും. പക്ഷേ അവരുടെ സ്ട്രെസ്സ്, ഒരു ദിവസം ഇത്ര കോൾ എടുക്കണം, അതെല്ലാം അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്ന് വെച്ചാൽ ഒരു മനുഷ്യനൊരു മെൻ്റൽ സ്ട്രെസ് താങ്ങുന്നതിനേക്കാളും കൂടുതലാണ് അവർ നോക്കുന്നത്. അപ്പോൾ നിന്റെ ഒരു പെർസ്പെക്റ്റീവിൽ എന്താണ്, ആ സാധനത്തിൽ എന്താണ്? എൻ്റെ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റിനും ഇപ്പം ഞാനിപ്പോൾ ഒരു കോർപ്പറേറ്റ് വർക്ക് ചെയ്യുന്ന ഒരാള്, എന്നെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഡെയിലി, ഇപ്പൊ എനിക്ക് അവധിയുള്ള ദിവസമാണ്, ഡെയിലി ഉള്ള ദിവസമാണ് ഒരേപോലെ ഒരു സിസ്റ്റം. എനിക്കിപ്പോ രാവിലെ എണീക്കുന്നു, ഡ്യൂട്ടിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ഉറങ്ങുന്നു, വീണ്ടും രാവിലെ എണീക്കുന്നു, പോകുന്നു. ഇതൊരു ലൂപ്പായിട്ട് തന്നെ, ലൂപ്പിൽ വെട്ടമാതിരി തന്നെ ഇങ്ങനെ റിവോൾവ് ചെയ്യണം. ഇതാണ് എന്റെ ചുറ്റും നടക്കണേ. ആ ലൂപ്പിൽ നിൽക്കുമ്പോൾ എന്റെ ആ ഒരു ലൂപ്പിന്റെ അപ്പുറത്തേക്ക് എന്താ നടക്കണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഇപ്പം എക്സാമ്പിൾ, നമ്മളിപ്പോ നാട്ടിൽ നടക്കുന്ന ന്യൂസ് ആണല്ലോ, ഇവിടെ നടക്കുന്ന ന്യൂസ് ആണല്ലോ. ഇപ്പൊ നമ്മൾ ബാംഗ്ലൂർ ഇപ്പോൾ വൈറ്റ് ഫീൽഡ് രണ്ടപ്പുറം കോർമംഗൽ നടക്കണമെന്ന് പറയണമെങ്കിൽ നമ്മൾ നേരെ പോയി തപ്പി നോക്കണ കോമന്റുള്ള സ്റ്റോറിയാണ്. അത് വെച്ചാണ് നമ്മളുള്ള എല്ലാവരും എല്ലാ കാര്യം അറിയണത്. എന്റെ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ, ഞാൻ പോകുന്നു, വരുന്നു, ഉറങ്ങുന്നു, പിന്നെ രാവിലെ പോകുന്നു. വീക്ക് ഓഫ് ആണെങ്കിൽ പോകുന്നു, രാവിലെ രാത്രി കുറച്ച് ലേറ്റ് ആയിട്ട് കിടക്കുന്നു, രാവിലെ അതേപോലെ ലേറ്റ് ആയി എണീക്കുന്നു, ബാക്കി കാര്യങ്ങൾ ചെയ്യണു, വീണ്ടും രാത്രി വീണ്ടും പോകണം. പക്ഷെ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ വരുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് നമ്മുടെ ലൈഫ് ലൂപ്പിൽ നമ്മളത് ഫോഴ്സ്ഡ് ആണ്. ആസ് എ മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറയുമ്പം നമ്മൾക്ക് വീട്ടിലെ കാര്യം, നമ്മളെ കാര്യം നമ്മൾ നോക്കാൻ വേണ്ടി നമ്മൾ വർക്ക് ചെയ്യും. ഇപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് വർക്ക് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ്. അത് നമുക്ക് ബാക്കപ്പ് വേറൊരു പ്ലാൻ ഇല്ല. റിസ്ക് നമുക്ക് പോവാനെല്ലാം ഉണ്ട്, ഒന്നും അതുപോലെ നമുക്ക് പോവാനില്ലാത്തവരായിട്ടല്ല. അവിടെ നിർത്തി കഴിഞ്ഞാൽ ഫുൾ അതൊരു പോയി. ആസ് എ സ്റ്റുഡന്റ് എന്താണ് മനുവിന്റെ അഭിപ്രായം? സോറി, അഭിപ്രായം അല്ല, എനിക്ക് പാഷനായിട്ട് നിന്റെ ഒരു പാഷൻ എന്താ? പാഷൻ എങ്ങനെയായിട്ട് നോക്കിയാൽ, ഞാൻ പറഞ്ഞില്ലേ, ഒരു നോർമൽ ലൈഫ് ജീവിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക,
കാശ് അത്യാവശ്യം കിട്ടാം, നോർമലായിട്ട് ജോലി ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ പണിയെടുക്കാതെ പൈസ കിട്ടി വീട്ടിലിരിക്കുക. അതെ, നമ്മുടെ കന്നഡയില് അതിന് ഓത്തലാന്ന് പറയും. നിങ്ങളൊക്കെ അതല്ലേ ആഗ്രഹിക്കുന്നത്? ഞാൻ ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാം. അപ്പൊ ഞാൻ ഒരു ജോലി അങ്ങനെ കാശ് കിട്ടും. എനിക്ക് ഇപ്പൊ അത് വീട്ടിൽ സ്റ്റെപ്പ് ഔട്ട് ഓഫ് ദ കോളേജ് വീട്ടിൽ നിന്ന് പൈസ തരണം, അവിടെ നിൽക്കും. ആഫ്റ്റർ ഒരു 4 year കോഴ്സ് ഇപ്പൊ നമ്മുടെ ലൂപ്പില് നിക്കണം. നമ്മുടെ ലൂപ്പ് കട്ട് ചെയ്തിട്ട് നമ്മുടെ ലൂപ്പിന്റെ പുറത്തേക്ക് ഇറങ്ങണം. അപ്പൊ നമ്മള് ക്രോബന്റെ സ്റ്റോറി എടുത്ത് കാണണം. ഇന്നലെ ഏതൊരു അമ്മച്ചി പറഞ്ഞു സുനാമി ഉണ്ടാവും, ലോകം അവസാനിക്കുന്നു. വന്നോ? ഇല്ല. പക്ഷെ അവര് കാരണം എന്തൊരു നഷ്ടം ജപ്പാനില് 30,000 കോടി നഷ്ടപ്പെട്ടു. കാരണം അവരുടെ അങ്ങോട്ടേക്ക് ജപ്പാനില് സുനാമി വരുന്നതാണ് ഇവര് പ്രൊഡിക്ട് ചെയ്തത്. അപ്പൊ ആൾക്കാര് പേടിച്ചിട്ട് അങ്ങോട്ടേക്ക് ഫ്ലൈറ്റ് ക്യാൻസൽ ആക്കി, എല്ലാം ക്യാൻസൽ ആക്കി. അപ്പൊ അവർക്ക് ഇഷ്ടമോ നഷ്ടം. പിന്നെ ഏവിയേഷൻ സെക്ടറിൽ ഇപ്പോഴേ ഫുൾ ലോസ് നടക്കുന്ന സമയമാണ്, മറ്റേ എയർ ഇന്ത്യ ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം. സോ എല്ലാം കൂടെ വന്നിട്ട് പക്ഷെ അവൻ വന്നിട്ട് എന്തോ ബാക്ക്ഗ്രൗണ്ട്, ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ആ രീതിക്കൊക്കെ പറയണ്ടല്ലോ. ആള് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ആണ്. ഇപ്പൊ ഒരാളിപ്പം ഒരു സോഷ്യൽ മീഡിയക്ക് ഇപ്പൊ ഒരാളെ ലൈക്ക് ഒരു ടാഗ് കൊടുക്കപ്പോ എന്താ പാട്. ഇപ്പോഴും പറയുന്നുണ്ട് അതില് മരിച്ച ഒരു ക്രൂവിന്റെ ഫോൺ ഇപ്പോഴും റിങ് ചെയ്യണ്ടെന്ന്. ആസ് പെർ ഇപ്പൊ ഒരു ഏവിയേഷൻ സെക്ടറിൽ വർക്ക് ചെയ്യണം എനിക്കറിയാം. ഒരു ക്രൂ അവരുടെ ലൈക് ഫ്ലൈറ്റ് വൺസ് അവര് മറ്റേ എയർബോൺ ആയി കഴിഞ്ഞാൽ അവരുടെ ഫോൺ ഫ്ലൈറ്റ് മോഡാണ്. ഫ്ലൈറ്റ് മോഡ് ഇട്ട ഫോൺ എങ്ങനെ ഒരു ബെല്ലടിച്ചു കേൾക്കും. അതാ സോഷ്യൽ മീഡിയയിൽ നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു മെറിറ്റ്സും ഉണ്ട് ഡിമെറിറ്റ്സും ഉണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറെ ഇൻഫ്ലുവൻസസ് ആകാം. നല്ല കാര്യങ്ങൾ പറഞ്ഞ് ഇൻഫ്ലുവൻസസ് ഉണ്ടാക്കാം. പിന്നെ ക്രിയേറ്റിംഗ് ഒരാളുടെ നിനക്കൊരു പ്രത്യേകിച്ച് ഒരു കഴിവുണ്ടെങ്കിൽ അത് നമുക്ക് നാട്ടുകാരെ അറിയിക്കാം. പിന്നെ എന്തെങ്കിലും ഒരു അൺടോൾഡ് സ്റ്റോറി ആ രീതിക്ക് ചെയ്യാം. പിന്നെ ഒരു ഡിമെറിറ്റ്സ് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ന്യൂജൻ അതുണ്ട്. ചുമ്മാ കോമാളിത്തരം കാണിച്ച് എങ്ങനെയും റീച്ച് കിട്ടുക എന്നുള്ള കാര്യം കൊണ്ട് മാത്രം യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് സോഷ്യൽ മീഡിയ. ഇപ്പൊ നമ്മൾ ഈ കുറെ ഓൺലൈൻ മീഡിയാസ് ഉണ്ട്. ഓൺലൈൻ മീഡിയാസ് എന്ന് വെച്ചാൽ അവര് വേറൊരു പണിയില്ലാതെ ഒരാള് ഇപ്പൊ നീ ഒരു സെലിബ്രിറ്റി ആണെന്ന് വെച്ചോ, അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സമ്മതിക്കാണ്ട് അവരെ ഇപ്പൊ നമ്മള് തമ്മിൽ പറഞ്ഞു ഞാൻ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒക്കെ. പിന്നെ മെയിൻ യൂട്യൂബിൽ റീച്ച് കയറുന്നത് ബിക്കോസ് ഓഫ് തംബ്നെയിൽ. ആ തംബ്നെയിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതും ആ വീഡിയോ ആയിട്ടും ഒരു ബന്ധം ഉണ്ടാവില്ല. ആനയാട് തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവും തമ്മില്. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്ത് കണ്ടുവരുന്ന ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈഗ്രേഷൻ. ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ ആൾക്കാര് പുറത്തുപോയി വർക്ക് ചെയ്യുന്നു. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്ന കാര്യം? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നീ ഡോക്ടർ, എഞ്ചിനീയർ, എന്തെങ്കിലും ഒരു ഗവൺമെന്റ് ജോലി വാങ്ങി ആ ഒരു പാറ്റേൺ ഇങ്ങനെ ഫോളോ ചെയ്താണ്. എന്താ ഡിഗ്രി ആ രീതിക്ക് ജോലി. ഇപ്പൊ 10th കഴിഞ്ഞാൽ തന്നെ പിള്ളേർ കൊമേഴ്സ് അല്ലെ ഹ്യൂമാനിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ പിള്ളേർക്ക് പുച്ഛ. പക്ഷെ അവർക്കൊരു സ്കില്ലുണ്ടോ? ഇപ്പൊ നിനക്കൊരു സ്കില്ലുണ്ടെങ്കിൽ ആ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് അതിലൊരു ജോലി കണ്ടുപിടിക്കാൻ ആരും ശ്രമിക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ കേരളത്തിൽ നിന്ന് എത്ര പേര് സ്പോർട്സ് ഫീൽഡിലോട്ട് വരുന്നുണ്ട്. അത് വെച്ച് നമ്മൾ കേരളം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ടാവും. സ്പോർട്സ് ഫീൽഡ് അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പൊ എത്ര പേര് നമ്മുടെ ടീംസിലുണ്ട്? നമ്മുടെ കേരളത്തിൽ നിന്ന് എത്ര ആൾക്കാർ ഇപ്പൊ ടീംസിലുണ്ട്? അതെല്ലാം നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്. നമ്മുടെ പണ്ട് നമ്മളിങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്നതും മാത്സ് ടീച്ചർ ഈ മൈഗ്രേഷന്റെ മെയിൻ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് കുറവാ. പിന്നെ ഓപ്പർച്യൂണിറ്റീസ് വന്നാൽ തന്നെ അത് പൈസ കൊണ്ട് അണ്ടർപെയ്ഡ്. പിന്നെ അതുപോലെ തന്നെ അണ്ടർപെയ്ഡ് ആണ്. ഒന്നെങ്കിൽ പൈസ കൊണ്ടും അല്ലെങ്കിൽ മറ്റേ കാസ്റ്റിന്റെ ലോ കാസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാം അവർക്ക് ഡിസ്ക്രിമിനേഷൻ. പക്ഷെ കൊടുക്കാം അവർക്ക്. ലൈക്ക് അവർ ഫിനാൻഷ്യലി സൗണ്ട് അല്ലാത്തവർക്കാണെങ്കിൽ കൊടുക്കാം. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ കൊടുക്കാം. ഇപ്പൊ നല്ലോണം ഫിനാൻഷ്യലി അവർക്ക് നല്ല ഫിനാൻഷ്യൽ ബാക്കപ്പിന് ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് വേറെ വൃത്തികേടാ. ബാക്കി ജനറൽ എത്ര ആൾക്കാരുണ്ട് ഫിനാൻഷ്യൽ സൗണ്ട് ഇല്ലാത്തവര്? നീ എന്തോ പറയാമെന്ന് പറഞ്ഞു. അതായത് രമണ ഇപ്പൊ എന്റെ ക്ലാസ്സിൽ ഇപ്പൊ കുറെ പേര് പഠിക്കുന്നുണ്ടെന്ന്
ഫിസിയോതെറാപ്പി. വിചാരിക്കണോ ക്ലാസ്സിലെ ആൾക്കാർ? ഉണ്ട്. അത് ഞാൻ പിന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പൊ ഇന്ത്യയിൽ നമ്മളിപ്പം ബാംഗ്ലൂരാണല്ലോ പഠിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങി എന്റെ സുഹൃത്തുക്കളെല്ലാവരും ഫിസിയോതെറാപ്പി ആയെന്ന് വിചാരിച്ചു. അവർക്ക് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞ് അവർ ജോലി നോക്കുന്നു. അപ്പം ഇവിടെ നിന്ന് ലണ്ടനിലോട്ടും കാനഡയിലോട്ടൊക്കെ പോയി ജോലി ചെയ്യുന്നവരും അവർക്ക് കിട്ടുന്ന സാലറി നമുക്ക് ഇവിടെ കിട്ടുന്ന സാലറി അതുപോലെ തന്നെ ആൾക്കാർ ചോദിക്കുന്നത് നമ്മൾ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ പുറത്ത് പോകുന്നില്ലേ, എന്തുകൊണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്നില്ല. പുറത്ത് പോകുന്നില്ലേ, പുറത്ത് പോയി കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലല്ല. അതിപ്പം ആൾക്കാരുടെ മൈൻഡിന് മാറ്റുന്നില്ല. അവര് ഈ പോകുന്ന മൈഗ്രേഷൻ കാരണം കുറെ ഇതും വരുന്നുണ്ട്. സംഭവം ഡിപ്രഷൻ ആയിരിക്കും അവിടെ. നമുക്കിങ്ങനെ കൂട്ടൊന്നുമില്ല, പുതിയ ഫ്രണ്ട്സിനെ. പിന്നെ നമ്മുടെ ഇന്ത്യയിലെ പോലത്തെ ക്ലൈമറ്റേ അല്ല, ഫുള്ള് ചേഞ്ച്, ഫുള്ള് ഉൾട്ടേ അവിടെ. നമുക്ക് ആ ഒരു അല്ല, പുറത്ത് പോകണവർ ചിലപ്പോൾ അവർക്ക് ആഗ്രഹമുള്ളവരുണ്ട്. കാരണം അവിടുത്തെ ലൈഫ് സ്റ്റൈല് നമ്മൾ കോപ്പി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് ഇന്ത്യയിൽ എന്തുകൊണ്ട് കൊണ്ടുവന്നൂടാ? ലൈഫ് സ്റ്റൈല് പറ്റില്ല. ബിക്കോസ് ഇവിടെ കൈയിട്ട് വരാൻ ഇഷ്ടം ആൾക്കാരുണ്ട്. പൊളിറ്റിക്സ് അല്ലേ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടില് മെയിൻ ആയിട്ട് വരുന്ന ഡ്രഗ് അബ്യൂസ് വരുന്നുണ്ട്. ഡ്രഗ് അബ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പം ചെയ്തിട്ട് നമ്മുടെ നാട്ടില് കേരളത്തിലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇഷ്ടംപോലെ. അതിപ്പോ ഒരു ട്രെൻഡായി മാറിക്കളി. ഒരാളിപ്പോ ഒരു ഒന്നും സീറ്റ് വലിച്ചില്ല കഴിച്ചില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നാണക്കേട് പോലെ പുറത്തു പറയാം. പക്ഷെ അത് അങ്ങനെ അല്ല. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പിള്ളേർ എന്താ ചെയ്യുന്നത്, ഒരു ജനറേഷൻ, നമ്മുടെ ജനറേഷൻ പറയുന്നത് 90s കിഡ്, 2000 കിഡ്, 2K കിഡ്. പക്ഷെ അങ്ങനെ അത് മാത്രമല്ല വരുന്ന പ്രശ്നം. 90s കിഡിലായാലും അവരും പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, 80s കിഡിലും പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ജനറേഷൻ മാറുന്ന അനുസരിച്ച് മൈൻഡ് സെറ്റ് മാറുന്നില്ല, ഓരോ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് ആണ്. ഇപ്പൊ കുറച്ചും കൂടി അതിനെ മറ്റേ ഡ്രഗ്സിനെ ഒക്കെ ഗ്ലോറിഫൈ ചെയ്യണ്ട ഓരോ സിനിമ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ സിനിമ ഒരിക്കലും ഇൻഫ്ലുവൻസ് അതൊരിക്കലും പറയാം. അങ്ങനെയല്ല, അതുണ്ട്. പക്ഷെ ചെറിയ പിള്ളേരൊക്കെ അത് കാണുമ്പോ എല്ലാ സിനിമയിലായാലും നമ്മൾ റീൽസിലാണെങ്കിലും ഒക്കെ ഡ്രഗ്സ് യൂസ് ഭയങ്കരമായിട്ട് അവർ നോർമലൈസ് ചെയ്യുന്നുണ്ട് കുറെ ആൾക്കാർ. അവിടെയാണ് എഡ്യൂക്കേഷന്റെ ഒരു പവർ. എഡ്യൂക്കേഷൻ ചിന്തിക്കുക, കോമൺ സെൻസ്. അത് നമ്മൾ പാരന്റ്സ് എങ്ങനെ ആൾക്കാരെ പഠിപ്പിക്കുന്നു, അത് പാരന്റിങ്ങിന്റെ കുറെ കാര്യങ്ങൾ. ഇപ്പൊ പുതിയ പേരന്റ്സ് പറഞ്ഞാൽ പിള്ളേർ വെറുതെ ഇരിക്കാൻ വേണ്ടി അവർക്ക് ഫോൺ കൊടുത്തിട്ട് പോകും. എന്താ കാണണെന്നോ എന്താ അവര് ഫോളോ അപ്പ് ചെയ്യണം, ആ പിള്ളേരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യാനുള്ള. ഇപ്പം ചുമ്മാ ഇരിക്കുമ്പോ ഓരോ ആൾക്കാർ ഓരോ സ്വന്തം അച്ഛനും അമ്മേനെ കൊല്ലുന്നു, അനിയത്തിനെ കൊല്ലണു, ചേട്ടൻ അനിയത്തിനെ കൊല്ലണു, പീഡനങ്ങൾ, കൊച്ചു പിള്ളേരെ, അപ്പൊ കൊച്ചുമോളെ പീഡിപ്പിക്കണു. ഇതൊക്കെ എന്താ സംഭവം നടക്കണേ? എല്ലാവർക്കും അങ്ങനെ തോന്നണം. എല്ലാവരും അങ്ങനെ ആൾക്കാരല്ല. ഇപ്പൊ 90s കിഡ് അല്ല, 2K കിഡ് അല്ല. അത് ഓരോ സമയത്ത് അവർ ചിന്തിക്കുന്ന രീതി അനുസരിച്ചിരിക്കും. അവര് ജീവിക്കുന്ന സൊസൈറ്റി, അവര് വളർന്നു വന്ന ഒരു ഇതും അവര് നിക്കണ ഒരു സിറ്റുവേഷൻ. പേരന്റിങ്ങിനാണ് മെയിൻ കാര്യം. പേരന്റ്സ് ഒരു പരിധി വരെ പിള്ളേർ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊക്കെ തല്ലിട്ടൊരു പേടിച്ചിട്ടൊന്നും ചെയ്യില്ല. ഇപ്പോഴത്തെ പിള്ളേർക്ക് തല്ലുകൊടുക്കാൻ പറ്റും, കൊണ്ട കേസ് തിരിച്ചടിക്കും, കൊല്ലും. നമുക്കൊക്കെ എന്തെങ്കിലും ചെയ്ത് ഇപ്പൊ നമ്മള് ചെറുപ്പത്തിലെ കളിക്കാൻ പോയിട്ട് 6 മണിക്ക് വീട്ടിൽ കയറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5:30 ഓടും നമ്മള്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പപ്പ പണ്ട് ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോഴത്തേക്കും തടി ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കും. നമ്മൾ വരാൻ സമയത്ത് പറഞ്ഞ് വരവേക്കാൻ വേണ്ടി വീട്ടിൽ കയറുന്ന തടി. ഞങ്ങൾക്കൊക്കെ. പക്ഷെ എനിക്കതല്ല, എനിക്ക് സന്ധ്യക്ക് വിളക്കധികം ഞാൻ വീട്ടിൽ വേണം. എവിടെ എന്താന്ന് അറിയണ്ട. ആ സമയത്ത് കുളിച്ച് കുറെ ചെയ്തിട്ട് ആള് വേണം. ബദലും കിട്ടും, നല്ല ഇത് കിട്ടും. അനുഗ്രഹം പോയി. അതാണ്. അപ്പം ഇപ്പം കുറച്ച് ട്രെൻഡ് ആവുന്ന ഡേറ്റിംഗ് ആപ്സ് ഇല്ല, എനിക്ക് അങ്ങനത്തെ കുറച്ച് കണ്ടിട്ടില്ലേ? ഓൺലൈനിൽ നിങ്ങൾ കണ്ടാണല്ലോ. അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ ഒപ്പീനിയൻ? നിങ്ങൾക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു? അതിന്റെ റീൽസ് ഒക്കെ ഇറങ്ങുന്നുണ്ടല്ലേ, അതിനുവേണ്ടി പ്രൊമോഷൻ ചെയ്യുന്നത്? അത് നല്ലൊരു ഗുഡ് ഇൻഫ്ലുവൻസും കൊടുക്കുന്നുണ്ട്, ഒരു ബാഡ് ഇൻഫ്ലുവൻസും കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് ആൾക്കാർ പല രീതിക്കും ഇപ്പൊ എങ്ങനെ ഉപയോഗിക്കണമെന്ന്, ഇപ്പൊ നീ ആ സാധനം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യം നിന്റെ കയ്യിലിരിക്കും. എല്ലാരും അത് ഒരുപോലെ ഉപയോഗിക്കില്ല. അങ്ങനെയല്ലേ സംഭവം? ഇങ്ങോട്ട് അതല്ലേ. പക്ഷെ അത് ഫാർ ബെറ്റർ ഇൻസ്റ്റാഗ്രാം. കാരണം ഇൻസ്റ്റാഗ്രാമില് കൂടെ വന്ന് കുറെ പറ്റിച്ച് കുറെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്.
പക്ഷെ ഒരു ഡേറ്റിംഗ് ആപ്പ് എടുക്കണമെങ്കിൽ അതിൽ നമ്മുടെ പ്രൊഫൈൽ വെരിഫൈ ചെയ്ത് സൗണ്ട് വെരിഫൈ ചെയ്താണ് അവർ ഒരു നമ്മുടെ പ്രൊഫൈൽ വെരിഫൈ ചെയ്ത പ്രൊഫൈലും വെരിഫൈ ചെയ്യാത്ത പ്രൊഫൈലും നമുക്ക് അതിൽ കാണാൻ പറ്റും. സോ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞാൽ ആർക്ക് വേണ്ടെങ്കിലും ഉണ്ടാക്കി ഒരാളെ ഇപ്പം പറ്റിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇൻസ്റ്റയിൽ അക്കൗണ്ട് അങ്ങനെയല്ല പറഞ്ഞ ഇൻസ്റ്റയിൽ ഇപ്പൊ അക്കൗണ്ട് എടുക്കണമെങ്കിൽ ഇപ്പൊ എനിക്കൊരു ഫേക്ക് മെയിൽ ഐഡി ഉണ്ടാക്കി ആ ഫേക്ക് മെയിൽ ഐഡി വെച്ചിട്ട് എനിക്ക് ഇൻസ്റ്റയിൽ അക്കൗണ്ട് എടുക്കാം. ആ സമയം ഡേറ്റിംഗ് ഒരാളെ ഇപ്പം ഈ ആൾക്കാര് പൈസ വരുത്തി പറ്റിക്കണു. പിന്നെ ഓരോരുത്തർ ഒരാൾക്കാരെ സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്യണു. പിന്നെ ഓരോൾക്കാര് എന്താ ഇപ്പം കല്യാണം കഴിക്കാന്നുള്ള വാഗ്ദാനം അങ്ങനെ ഇൻസ്റ്റാഗ്രാം വഴി നോർമലായിട്ട് ഒരു ബോയ്സ് പെർസ്പെക്റ്റീവില് ഒരാൾ എന്തിനായിരിക്കും നോർമലായിട്ട് സംസാരിക്കാൻ നമുക്ക് ചുമ്മാ ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ. അറിഞ്ഞൂടാത്തൊരു പെൺകൊച്ചിന്റെ അടുത്ത് എന്ത് ഉദ്ദേശത്തിലായിരിക്കും പറയുന്നത് സംസാരിക്കുന്നത് നമുക്ക് പറയാനുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഞാനും ഒരു ബോയാണ്, നീ ഒരു ബോയാണ്, അപ്പൊ ആരായാലും ആ രീതിക്ക് എടുക്കത്തുള്ളൂ അല്ലേ? കോഴി അങ്ങനെ അത് മനസ്സിലാക്കാത്ത കുറെ ആൾക്കാരുണ്ട്. നമ്മള് പ്രോമിനന്റ് സ്റ്റോറി കാണാറില്ലേ, അവിടെ കൊണ്ട് ഇങ്ങനെ ചെയ്തു, അങ്ങനെ പറ്റിച്ചോ, കൊന്നു വെച്ചു അങ്ങനെയൊക്കെ പറഞ്ഞ്. പിന്നെ മറ്റേ ഇൻസ്റ്റഗ്രാമിൽ കണ്ട ബോയ് ഫ്രണ്ടിന് വേണ്ടി വീട്ടിൽ നിന്ന് പൈസ എടുത്തിട്ട് കൊടുക്കുക, അങ്ങനത്തെ കുറെ ഇതെല്ലാം. അപ്പോൾ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്ത് പക്ഷെ അങ്ങനെ ഡേറ്റിംഗ് ആപ്സ് വഴി ഫ്രോഡ് അങ്ങനെ വളരെ കുറവാണ്. ബിക്കോസ് ഒരു ഡേറ്റിംഗ് ആപ്പ് നമുക്ക് പ്രൊഫൈൽ സെറ്റപ്പ് ചെയ്യണമെങ്കിൽ ഫേസ് ID, ഫേസ് വെരിഫൈ ചെയ്യും, സൗണ്ട് എല്ലാം വെരിഫൈ ചെയ്താലേ വെരിഫൈഡ് പ്രൊഫൈൽ അല്ല വീടിന് ആധാരം നമ്മുടെ ഇതനുസരിച്ച്. പിന്നെ അതിൽ തന്നെ നമ്മൾ ചോദിക്കും വാട്ട് വി ആർ ലുക്കിംഗ് ഫോർ. ഒരു ലോങ് ടേം റിലേഷൻ ആണോ, അല്ല ഷോർട്ട് ടേം ആണോ, ലൈക് സിറ്റുവേഷൻഷിപ്പ് ആണോ? ഇതൊക്കെ വിശ്വസിക്കുന്ന പെൺപിള്ളേരും വണ്ടികൾ. എന്ത് ആരെയും അങ്ങനെ ചെയ്യാണ്ട് 100% ആർക്കും ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരാണ് എന്ത് ഉദ്ദേശത്തോടെയാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, മാട്രിമോണി നമ്മൾ എന്ത് വിശ്വസിച്ചെടുക്കണേ? മാട്രിമോണി ഇസ് കൈൻഡ് ഓഫ് ലൈക് മാട്രിമോണി എന്ന് പറഞ്ഞാൽ വീട്ടുകാരുടെ അപ്രൂവലോട് കൂടി ഡേറ്റിംഗ് ആപ്പ് എടുക്കണം. പോയി അപ്പൊ ശരിക്കും ഇപ്പൊ നമുക്ക് നമ്മുടെ സൊല്യൂഷൻ എന്തായിരിക്കും ഇതിന്റെ? എന്ത് ഇതിപ്പോ ഈ ഒരു കാര്യം നല്ലതാണോ ബാഡാണോ? പുറത്തൊക്കെ ഇതൊക്കെ ഭയങ്കര കോമൺ ആണ്. പുറത്തെന്ന് വെച്ചാൽ അവര് പോണു, ഡേറ്റിന് പോണു. ഇഫ് ദേ ആർ നോട്ട് ഓക്കെ എങ്കിൽ ഓക്കെ ബൈ. ഇവിടെയാണ് ഇഫ് വി ആർ നോട്ട് ഓക്കെ എങ്കിൽ നമ്മളെ ഫോഴ്സ് ചെയ്ത റിലേഷനിൽ നിർത്തി ഭയങ്കരമായിട്ട് എന്താ ചെയ്യുക, ആസിഡ് ഒഴിക്കണു, കത്തിക്കണു, കൊല്ലണു, അതൊക്കെ ചെയ്യണത്. അതൊക്കെ ഓരോരുത്തരും ഉപയോഗിക്കണേ ഒരാളുടെ മെന്റാലിറ്റി പോലെ. ഞാനെന്ത് വിചാരിക്കണം, എന്റെ കയ്യിലെ ഫോൺ, ഒരു ഫോണിൽ ചേർക്കൊക്കെ നല്ലതും ചെയ്യാം ചീത്തയും ചെയ്യാം. അപ്പം ഇപ്പൊ നിങ്ങൾക്ക് ഒരാൾ മെസ്സേജ് അയക്കണ അവർക്ക് റിപ്ലൈ കൊടുക്കണോ എന്റെ ഇഷ്ടം. ഒരാളുടെ മെസ്സേജ് അയക്കുന്ന രീതി പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല എന്താ ഉദ്ദേശം. ബോധമുള്ളവർക്ക് ബോധമില്ലാത്ത ആൾക്കാരെ കൂടുതലുള്ളത്. പിള്ളേർ പറഞ്ഞ ഒരു യൂക്ക് എടുത്ത് മുടിയും കളർ ചെയ്ത് തന്നാ ഹായ് ഏട്ടായി. അതിപ്പോ മറ്റേ ഇപ്പോഴും നമ്മുടെ നമ്മുടെ പഠിക്കുന്ന പിള്ളേരൊക്കെ കല്യാണം കഴിച്ചിട്ട് അവർ ഇന്റർവ്യൂ വിളിക്കുന്ന കുറെ മണ്ടന്മാര് ഇപ്പൊ വരണ്ടല്ലോ. നമ്മള് മോഡേൺ ആൽഫ കിഡ്സ്, ഇതൊക്കെ എന്താ സംഭവം ശരിക്കും? അതിനെ കുറിച്ച് എന്താ അറിയോ? സംഭവം ജെൻസി അല്ല, ഞാൻ 90s കിഡാ, നീ 2K കിഡ്. ഞാൻ 2K, പക്ഷേ ഞാൻ 2002, അത് ഏർലി 2K ആണ്. എനിക്ക് അതിനകത്തൊരു ബന്ധമില്ല. സോറി. സംഭവം പുതിയ വാക്കുകൾ, എന്തെല്ലോ പുതിയ വാക്കുകളുണ്ട്. ഒരു പീരീഡ് തൊട്ട് ഈ ഒരു വർഷം വരെ, അല്ല ഈ വർഷമല്ല, ഒരു ഗ്യാപ്പുള്ള വർഷം വരെയുള്ള ജനിച്ചവരാണ് ഈ വാക്ക് പറയുന്നത്. ഞാൻ പറയാം, ഇവര് നോർമലി കാൽക്കുലേറ്റ് ചെയ്യണ ജെൻസി എന്ന് പറഞ്ഞാൽ 2002 to 20 അങ്ങനെ 1996 തൊട്ട് കണ്ടോ? അല്ല, അത് മിലീനിയൽ, അത് എന്തോ മിലീനിയൽസ് അങ്ങനെ എന്തോ. പക്ഷെ 2000 അപ്പുറത്തേക്ക് ജനിച്ച ആൾക്കാരാണ് എൻ്റെ ഒരു അറിവില് ജെൻസി കിഡ്സ് എന്ന് വിളിക്കുന്നത്. പക്ഷേ ഇതിലെ പെടാത്ത കുറച്ച് ആൾക്കാരുണ്ട്. 2003, 2004 വരെയുള്ളവര്, അവരും നിങ്ങൾ 90s കിഡ്സും കണ്ടതല്ല, സെയിം ആണ്. പക്ഷെ എൻ്റെ അടുത്തൊരു ഫ്രണ്ട് പറഞ്ഞത് ജെൻസി എന്ന് പറഞ്ഞാൽ 1996 തൊട്ട് 2000 കഴിഞ്ഞിട്ടുള്ള കിഡ്സ് എന്നാണ് പറയുന്നത്. 1996 തൊട്ട്. അപ്പൊ നിങ്ങളൊക്കെ ആ ഒരു പീരീഡ് കഴിഞ്ഞ 2000 കഴിഞ്ഞ ഉള്ള ഇതോട്ട്. നമ്മൾ പോലും പറയുന്നത് നമ്മൾ ജെൻസി കിഡ്സ് ആണ് ഗൈസ്. അപ്പൊ ജെൻസി ഇതിന്റെ യൂസ് എന്താ സംഭവം? അങ്ങനെ പറയുന്നതിന്റെ കാര്യം എന്തെല്ലോ വേർഡ്സ് ഉണ്ട്.
പൂക്കി, അതെല്ലാം അവരുടെ വേർഡ്സാ. അത് മറ്റേ ഈ സിനിമ കണ്ടപ്പോ എനിക്ക് മനസ്സിലായില്ലേ, ഇസ്കിമോ, അത് ജിംഖാന. അത് അതൊക്കെ നേരത്തെ ഉള്ള വേർഡ്സാ. പക്ഷെ ഇവര് തന്നെ ഇൻവെന്റ് ചെയ്ത് ഇവര് സ്കിബിഡി എന്തോ വേറെ സ്കിബിഡി, അത് എനിക്കറിയില്ല എന്തോ എന്തൊക്കെയൊക്കെയോ. എനിക്ക് റീൽസിൽ കാണുന്നതേ ഉള്ളൂ. എന്താ സ്കിബിഡി, റിസ്, അങ്ങനെ എന്തെല്ലോ കുറെ വാക്കുകളുണ്ട്. ഇപ്പൊ നമ്മളെ മലയാളത്തിന്റെ ഒരു ഇപ്പൊ കണ്ടുവന്നൊരു ട്രെൻഡ് മൂവി റിവ്യൂസ് വന്നിട്ട് ഇപ്പൊ നമ്മളൊരു സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ ആ സിനിമയുടെ ഒരു കോമാളി വെർഷനും കൂടെ അവിടെ കാണും പുറത്ത്. ലൂസിഫർ ഇറങ്ങിയപ്പോ വന്നായിരുന്നു, കങ്കു ഇറങ്ങിയപ്പോ കങ്കുവിടെ വേഷം കെട്ടി വന്നായിരുന്നു. റീച്ച് അങ്ങനെ റീച്ച് ഉണ്ടാക്കിയ ആളാണല്ലോ ആറാട്ടം. ഫെയിമിനായിരിക്കണം ഒരു നെഗറ്റീവ് അങ്ങനെ പത്താൾ അറിയൂലോ. പക്ഷെ അത് ഇവരുടെ ഒരു സ്ട്രാറ്റജിയാണ്. കാരണം ഇപ്പൊ ഹേറ്റേഴ്സ് ഉണ്ടാക്കി നാലാൾ അറിയിക്കുക, ആ രീതിക്കുള്ള കാര്യം. പക്ഷെ ഇതൊക്കെ എന്തൊരു പക്ഷെ ഈ ഇങ്ങനത്തെ റിവ്യൂസ് വന്നോടെ ഇപ്പം മിക്ക സിനിമ ഇപ്പൊ വിജയിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ വലിയ സ്കെയിൽ എടുക്കുന്ന സിനിമകൾ, അങ്ങനത്തെ സിനിമകൾ മാത്രമേ ഇപ്പൊ വിജയിക്കുന്നുള്ളൂ. ഇപ്പൊ ലാസ്റ്റ് ഇപ്പം അങ്ങനെ അല്ലാതെ വിജയിച്ചത് ഇപ്പം കുറച്ച് നല്ലൊരു സിനിമ റിവ്യൂ കിട്ടിയത് പ്രിൻസ് ആൻഡ് ഫാമിലിക്കും ഫസ്റ്റ് വന്ന ബാഡ് റിവ്യൂ. അത് കഴിഞ്ഞ് പിന്നെ അത് ആൾക്കാർ നോക്കാതെ പിന്നെ കണ്ടുപോയി തുടങ്ങിയിട്ടാണ് സിനിമ വിജയിച്ചത്. അല്ലാതെ റെട്രോ അല്ല, ഇപ്പൊ ഒരാൾ സിനിമ കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരാളുടെ ഒപ്പീനിയൻ കണ്ടിട്ടാണ് ഒരാൾ സിനിമ കാണാൻ പോകുന്നത്. പക്ഷെ പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ ഇപ്പൊ നിനക്കൊരു സിനിമ കണ്ടിട്ട് നിനക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ നിന്റെ ഇതായിരിക്കും. ഇപ്പൊ നിനക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ എനിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, അത് നിന്റെ ഒപ്പീനിയൻ ആയിരിക്കും. അത് മറ്റുള്ളവരിൽ നമ്മൾ പറഞ്ഞെത്തിച്ച് ബാക്കി എല്ലാവരെയും കൂടെ സിനിമ കാണാതാക്കുന്നതാണ് ഇപ്പോഴത്തെ റിവ്യൂ സിസ്റ്റം. അതെ, നിങ്ങൾ കാണരുത്, പൈസ പോകും, അങ്ങനെയൊക്കെ ഇരിക്കണം. പക്ഷെ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. ഇപ്പൊ അവര് ഒരു സിനിമക്കാര് പടം എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇത്ര വർഷം കൊണ്ട് ഒരു സിനിമയ്ക്ക് വേണ്ടി അവർ പണിയെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര വർഷം പണിയെടുത്താലും സ്ക്രിപ്റ്റിന്റെ ഇതൊക്കെ കൊണ്ടൊക്കെ സിനിമയൊക്കെ ഫ്ലോപ്പ് ആവാം. അപ്പൊ നീ ഒരു സിനിമ എടുക്കണമെങ്കിൽ നിന്റെ മൈൻഡിൽ എന്ത് വരുന്നു, നിന്റെ ഒരു ക്രിയേറ്റിവിറ്റിയിലായിരിക്കും സിനിമ എടുക്കുന്നത്. ആ ക്രിയേറ്റിവിറ്റി മറ്റുള്ളവരാളിൽ നമ്മൾ എത്തിക്കുന്നതാണ് സിനിമ. ആ സിനിമേനെ ആൾക്കാരെങ്ങനെ എടുക്കുന്നു. ഇപ്പൊ നിന്റെ ക്രിയേറ്റിവിറ്റി ചിലപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല, ഇപ്പൊ ഇവർക്ക് ഇഷ്ടപ്പെടും. അത് ഓരോ ആൾക്കാരുടെ ഒപ്പീനിയനാണ്. അതിപ്പോ നമുക്ക് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ഒപ്പീനിയൻ വെച്ചിട്ടാണ് എല്ലാവരും സിനിമ കാണാൻ പോകുന്നത്. അതുപോലെ അത് കറക്റ്റ് അതിന്റെ ഒരു നല്ലൊരു ഉദാഹരണം പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങളുടേത് മാത്രമായിരിക്കണം, വേറൊരാളുടെ ആവാൻ പാടില്ല. അതുപോലെ നമ്മുടെ ഓൺലൈൻ മീഡിയാസ് കാരണം ഇപ്പോൾ പുറത്ത് ഇപ്പോൾ ഒരു ആക്ടേഴ്സിന് ഒരു ഫെയിമുള്ള ഒരാൾക്കോ പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം നീ ഒരു ആക്ടർ ആയിക്കഴിഞ്ഞാൽ നിനക്കൊരു ഫെയിം കിട്ടിയാലും നിനക്ക് നിൻ്റെതായി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നിനക്കൊന്ന് പുറത്തു പോകാനോ എന്തെങ്കിലും പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനോ അങ്ങനത്തെ കാര്യങ്ങളാണ്. ഇപ്പോൾ ഇവരെ കാരണം ഇവർക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പോൾ നമ്മൾ ആരെങ്കിലും പുറത്ത് കണ്ടു കഴിഞ്ഞാൽ അവരെ വീഡിയോ എടുത്ത് അവൻ പോകുന്നതാണോ, കാറിൽ കയറിയപ്പോൾ, അങ്ങനത്തെ കുറേ തമിഴിലുണ്ട്. അതുപോലെ പെൺപിള്ളേർക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അവർക്കൊരു നല്ലൊരു ഡ്രസ്സ് ഇടാൻ പറ്റില്ല, ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അതിന് ഒരു വീഡിയോ നോർമലായിട്ട് അവരെടുത്ത് ഇട്ടെന്ന് വെച്ചോ, അതിന് നമ്മൾ വേറെ രീതിയിൽ എടുത്തിട്ട് വേറെ രീതിയിലാക്കിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്ന സൈറ്റ്സ്. പക്ഷെ അതിലും ഉള്ളവരുണ്ട്, കാണിച്ചു ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ആൾക്കാരല്ല പറയുന്നത്. ഇപ്പം പ്രൈവസി ആവശ്യമുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ എന്തുകൊണ്ട് വിരാട് കോഹ്ലി, അനുഷ്ക ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്താൽ പുറത്തോട്ട് പോയി? മീഡിയാസിന് അവർക്കൊരു പേഴ്സണൽ ലൈഫ് ഇല്ല. അവർക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കാര്യം മാത്രം നോക്കി ജീവിച്ചാൽ മതി. ഇതുപോലെ ഇഷ്ടംപോലെ സെലിബ്രിറ്റീസ് ഇന്ത്യയിൽ നിന്ന് മാറി പുറത്തു ജീവിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവർക്കൊരു ലൈഫുണ്ട്, അവർക്കൊരു പേഴ്സണൽ ലൈഫുണ്ട്. ഇപ്പൊ ഈ മീഡിയക്കാരെല്ലാം അവരുടെ പേഴ്സണൽ ലൈഫിൽ പോയി ഇന്ററപ്റ്റ് ചെയ്ത് അവർക്കൊരു ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ നമുക്കാണെങ്കിലും 24/7 ഒരു ക്യാമറ നമ്മളെ പുറത്തെടുത്താൽ നമുക്കതൊരു കംഫർട്ടബിൾ ആയിരിക്കില്ല. ശ്വാസം വിടുമ്പോഴും അങ്ങോട്ട് തിരിയുമ്പോഴും ഇങ്ങോട്ട് തിരിയുമ്പോഴും നമുക്കാണെങ്കിലും ഒരു പേഴ്സണൽ ലൈഫ് ഉണ്ട്. നമ്മൾക്ക് നമ്മുടെ പാർട്ട്ണറിനും നമ്മളുടെ ഫുൾ ഫാമിലിനെ അത് എഫക്ട് ചെയ്യുന്നുണ്ട്. ഒരു പബ്ലിക് സ്ഥലത്ത് നമുക്ക് പോകാൻ പറ്റില്ല. അതുപോലെ നമ്മുടെ നെഗറ്റീവാണ്. പക്ഷെ അത് ബാക്കിയുള്ള മീഡിയസിന് റെസ്പെക്ട് ചെയ്യണം. കാരണം നമ്മളൊരു മനുഷ്യരാണ്, ഓപ്പോസിറ്റ് ഒരാളുടെ മനുഷ്യരാണ്. അവർക്ക് കൊണ്ട് അവരുടെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും കൊണ്ട് ഒരിക്കലും മിക്സ് ചെയ്യരുത്. നിന്റെ പ്രൊഫഷണൽ ലൈഫ്, നീ നിന്റെ പ്രൊഫഷനായിരിക്കും ഒരു വീഡിയോ എടുക്കുന്നത്, അത് മറ്റൊരാളുടെ പേഴ്സണൽ ലൈഫിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ കട്ട് ചെയ്യണം. ഒന്നീ അവരുടെ പെർമിഷൻ ചോദിച്ചിട്ട് എടുക്കാം, മാന്യത. പെർമിഷൻ ചോദിച്ചിട്ട് എടുക്കുന്നത് മാന്യത. പെർമിഷൻ ഇല്ലാണ്ട് ഒരാളുടെ ചുമ്മാ പോയി എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരെ ഇൻസൾട്ട് ചെയ്യണതില്ല. ഞാൻ പോകുന്നു. ബൈ ബൈ.